Hello friends, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക് ത്രൂ ഔട്ട് ദ ഡേ ഐ ബി ഓൺലി യൂസിങ് അല്ലെങ്കിൽ പയർക്ക് അഥവാ നമ്മുടെ സ്വന്തം ചീര. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാത്തിനും ഞാൻ ജസ്റ്റ് ചീര യൂസ് ചെയ്തിട്ടുള്ള ഡിഷസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ലൈക്ക് അത് മേ ബി സിമ്പിൾ ഡിഷസ് ആവാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം, ഫാൻസി ഡിഷസ് ആവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. ഞാൻ കുറച്ച് ലൈക്ക് സോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓൺലൈനിലുള്ള ഡിഷസ് തന്നെ, ഞാൻ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സോ ഓൺലൈനിലുള്ള ഡിഷസ് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫൈവ് കൈൻഡ് ഇൻഫർമേഷൻ, ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ചീര. എനിക്ക് പാലക് പനീറൊക്കെയാണ് വെച്ചാൽ ഓക്കെ, ബട്ട് ചീര ഒപ്പീനിയനോ ആയിരുന്നു. സോ ഈ ഡിഷുകളൊക്കെ എത്രത്തോളം വർക്ക്ഔട്ട് ആകും ഇല്ലേ എന്ന് എനിക്കറിയില്ല. ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഫുൾ ഡേ ഓൺലി യൂസിങ് ചീര. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പോകും. സോ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ സ്പിനച്ച് ഓംലെറ്റ് പ്ലസ് ബ്രെഡ് ആണ്. സ്പിനച്ച് നമുക്കറിയാലോ, പാലക്, ചീര അങ്ങനത്തെ ടൈപ്സ് ആണ്. ആൻഡ് അതിന്റെ ഓംലേറ്റ് ആണ്. ആൻഡ് അതിന്റെ ഒപ്പം ബ്രെഡ് കഴിച്ചാൽ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾക്ക്. അങ്ങനെയുള്ള എക്വിപ്മെന്റ്സ് ആണ്, ഐ മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പറ്റില്ല. കുഴപ്പമില്ല, കഴിച്ചാ പോലെ. കുഴപ്പമില്ല, ടേസ്റ്റ് തന്നാ മതി. ഭംഗിയൊന്നും നമുക്ക് നോക്കണ്ട. സോ നമ്മുടെ സ്പിനച്ച് ഓംലെറ്റ്, ചീര ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാം. വർക്കിംഗ് സ്പൂൺ വെച്ചിട്ട് കഴിക്കണം വേണ്ടല്ലേ? അയ്യ, നിങ്ങളുടെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. സോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ സംഭവം പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നില്ല. പാലക്കിന്റെ മീൻസ് ചീരന്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. ചീരന്റെ ടേസ്റ്റും മുട്ടന്റെ ടേസ്റ്റും. ഹെൽത്തി റെസിപ്പി, നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ളത് കാര്യങ്ങളൊന്നും ഇല്ല അതില്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇത് കംപ്ലീറ്റ് ആകട്ടെ. ഞാൻ അടുത്തത് ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യൽ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കാം. സോ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ സ്പിനാച്ചും കൊണ്ട് ദാറ്റ് ഈസ് പാലക്, ചീര കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകും. ഞാനിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ലൈക്ക് കുറച്ച് നല്ല ഹെൽത്തി റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരു ഡിഷ് കണ്ടതാണ്. സോ അത് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറച്ച് മെനക്കെടണം, പണിയുണ്ട്, പക്ഷെ നമുക്കത് ഉണ്ടാക്കാം. അതെന്താന്ന് പറഞ്ഞാൽ സ്പിനച്ച് റൈസ് എന്നാണ് അതിന്റെ പേര്. സോ അതിന് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. നമുക്ക് റെസിപ്പി കൊടുക്കാം.
So good. Let's see how it tastes. നമ്മുടെ സ്പിനിച്ച് റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കാൻ പോണത്. ടേസ്റ്റിലാക്കാം. ടേബിൾസ് കൂടാണ് ചൂട്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറയാ, ഐ മീൻ ചീരന്റെ ടേസ്റ്റ് ഒന്നും അങ്ങനായിട്ടൊന്നും അറിയണില്ല. ചിലപ്പോ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയായിരിക്കും. അതായത് ചീസ് അടിപൊളിയാണല്ലോ. ചീസ് നമുക്ക് എന്നിട്ടാലും അടിപൊളിയാണല്ലോ. പിന്നെ വെജിറ്റബിൾസും ഉണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മീലാണ് സംഭവം. പക്ഷെ ഉണ്ടാകാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ഡിന്നറിൽ പോവാം. ഓക്കെ, അപ്പം സോ നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. ആൻഡ് ഐ ആം ടു ലേസി റൈറ്റ് നൗ. അയ്യോ, ഭയങ്കര ഹെവിയായി സംഭവം. ചീസ് കാരണം ഭയങ്കര ഹെവിയായി. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചീസ് ഒഴിവാക്കാം. ചീസ് ഇല്ലാണ്ട് ആ ടേസ്റ്റ് നന്നായിരുന്നു. എന്റെ അമ്മ ചീസ് ഇല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും കുറച്ച് ചീസ് ഇല്ലാണ്ട് കഴിച്ചു നോക്കിയപ്പോഴും ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് നോട്ട് ദാറ്റ് ബാഡ്. രണ്ടും ടേസ്റ്റ് നന്നായിരുന്നു. ചീസ് ഇടുമ്പോൾ കുറച്ച് ഹെവി ആവും, ഒത്തിരി ആവും. ലൈക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ലേസി ആവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വർക്ക് ചെയ്തില്ലേ പറ്റും. ഓക്കെ, എന്തായാലും ലഞ്ച് ഞാൻ ഇത്ര ഹെവി ആക്കിയ സ്ഥിതിക്ക് ഡിന്നറിന് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു സ്പിനച്ച് ലൈക്ക് ചീരയും കൊണ്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. അതിങ്ങനെ റീൽസിൽ അതൊക്കെ ഞാൻ കണ്ടത് തന്നെയാണ്. സോ നമുക്കിനി ഡിന്നർ റെസിപ്പിക്ക് പോകാം. സോ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് സ്പിനച്ചിന്റെ ചീരന്റെ ദോശ റെഡിയായി. നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ആ കറീൻ്റെ ഒപ്പം, കറിയല്ല ഒരു സോസ് ടൈപ്പ് ഓഫ് സാധനം, അതിൻ്റെ ഒപ്പം തന്നെ കഴിച്ചോളാം. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ചീരയും കൊണ്ട്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല. ഈ ചീരക്കൊന്നും പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. അത് നമ്മൾ സാധാ ദോശ കഴിക്കണ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഹെൽത്തി ആവും. കാരണം നമ്മുടെ ചീര നമ്മുടെ ഉള്ളിലേക്ക് പോകണ്ടല്ലോ. പാലക്ക് ചീര നമ്മുടെ ഉള്ളിലേക്ക് പോകണ്ടല്ലോ. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാൽ അവര് കഴിച്ചോളും. കാരണം ഇത് പാലക്കിന്റെ ടേസ്റ്റ്, ഐ മീൻ ചീരന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ എന്താ പറയാ സാധാ ദോശന്റെ ടേസ്റ്റ് തന്നെ ഉള്ളൂ. ഇറ്റ്സ് നൈസ്, ഗുഡ്. ഫുൾ ഡേ ഞാന് ചീരന്റെ റെസിപ്പീസ് മാത്രം ഇട്ടിട്ട് കഴിച്ചു. ബെറ്റർ. ഇങ്ങനെ ഹെൽത്തി ഡെയിലി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.